അമ്മയുടെ കൈവിട്ടോടിയ കുട്ടി രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. കുട്ടിയെ രക്ഷിക്കുന്നതിനിടെ ഓട്ടോറിക്ഷ മറിഞ്ഞു. എറണാകുളം അങ്കമാലി കവരപ്പറമ്പിലാണ് ഈ സംഭവം ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം ആദ്യം. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട്. പ്രദീപ, ഒരു കുഞ്ഞാണ് കൺമുന്നിൽ. സ്വാഭാവികമായും അത് എത്രയും പെട്ടെന്ന് വാഹനം നിർത്താനുള്ള ശ്രമത്തിനിടയിലായിരിക്കാം നിയന്ത്രണം വിട്ടുപോയത്. എന്തായാലും ആ കുഞ്ഞ് രക്ഷപ്പെട്ടു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ്. തീർച്ചയായും അത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആദ്യം നമ്മൾ ഭയപ്പെടുമെങ്കിലും പിന്നീട് ഏറ്റവും ഒരു ആശ്വാസമാണ് ഉണ്ടാകുന്നത്. അങ്കമാലിക്കടുത്ത് കവരപ്പറമ്പിൽ നിന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം, അതായത് മിനിയാന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിയോടുകൂടി സമീപത്തെ CCTV പതിഞ്ഞ ദൃശ്യങ്ങളാണിത്. ഒരു അമ്മയും കുഞ്ഞും അമ്മയുടെ കൈപിടിച്ച് കുഞ്ഞ് റോഡ് കുറുകെ കിടക്കുന്നു. പെട്ടെന്ന് തന്നെ അമ്മയുടെ കൈ വിടുവിച്ച് ഈ കുഞ്ഞ് മുന്നോട്ടിടുന്നു. ആ സമയത്ത് തന്നെ ഒരു ഓട്ടോറിക്ഷ ഇടതുദിശയിൽ നിന്ന് വരികയും ചെയ്തു. ഓട്ടോറിക്ഷ ഈ കുഞ്ഞിനെ നേരിയ തോതിൽ തട്ടി എന്നാണ് മനസ്സിലാകുന്നത്. എന്തായിരുന്നാലും വളരെ പെട്ടെന്ന് ഓട്ടോ ഡ്രൈവർ ബ്രേക്ക് ചെയ്തു. ഓട്ടോ തലകീഴായി മറിഞ്ഞു. പക്ഷേ ആ റിക്ഷയിലുണ്ടായിരുന്ന ഡ്രൈവർക്കോ അതല്ലെങ്കിൽ ഈ കുഞ്ഞിനോ യാതൊരു അപകടവും യാതൊരു പരിക്കും പറ്റിയില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അമ്മ കൈപിടിച്ച് ക്രോസ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് കുഞ്ഞ് കൈപിടിച്ച് മുന്നോട്ട് ഓടുകയാണ്. ഒരുപക്ഷെ അമ്മ അത്ര ആയിരിക്കണമെന്നില്ല കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചിരുന്നത്. അല്ലെങ്കിൽ റോഡ് ഏതാണ്ട് പകുതിയായപ്പോൾ കുഞ്ഞ് പെട്ടെന്ന് കൈപിടിച്ച് മുന്നോട്ട് ഓടിയതായിരിക്കാം. എന്തായിരുന്നാലും ഓട്ടോ ഡ്രൈവർ ആവത് ശ്രമിച്ചു, ബ്രേക്ക് പിടിച്ചു. നമുക്കറിയാം, വളരെ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ സാമാന്യം നല്ല ഗതിയിൽ വരുന്നൊരു ഓട്ടോറിക്ഷ ആണെങ്കിൽ അത് തലകീഴായി മറിയാൻ വേറൊന്നും വേണ്ട. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. പക്ഷേ കുഞ്ഞിന് കാര്യമായ യാതൊരു പരിക്കും ഏറ്റിട്ടില്ല. അങ്കമാലിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ കവരപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. വാഹന തിരക്കുള്ള പ്രദേശമാണ്. ദൃശ്യങ്ങൾ ഞെട്ടിക്കുമെങ്കിലും ആശ്വാസകരമായി ഒരു പുനർജന്മം അല്ലെങ്കിൽ അപകടമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം ആ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹം ആ വാഹനത്തിൽ നിന്ന് വീണു പോകുന്നുണ്ട്. അദ്ദേഹത്തിന് കാര്യമായ പരിക്കുകളില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.